തമിഴിൽ നിന്നും പുതിയൊരു ക്രൈം ഡ്രാമ ത്രില്ലർ പടം OTT റിലീസ് ആയിട്ടുണ്ട്. സറണ്ടർ. ഗൗതം ഗണപതി സംവിധാനം ചെയ്ത് ദർശൻ, ലാൽ, സുജിത് ശങ്കർ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഈ തമിഴ് ക്രൈം ഡ്രാമ സിനിമയെ കുറിച്ചാണ്. ഇലക്ഷന്റെ സമയത്ത് ഒരു പ്രശസ്ത തമിഴ് നടന്റെ തോക്ക് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുന്നു. പക്ഷെ സ്റ്റേഷനിൽ നിന്നും ഇത് മിസ്സാവുകയാണ്. ഇത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു പുതിയ SI ട്രെയിനിയായ നായകൻ. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണ് സറണ്ടർ. തുടക്കത്തിലെ ഒരു അരമണിക്കൂർ ഒരല്പം നിങ്ങളെ മടുപ്പിച്ചേക്കാം. അത് സഹിച്ചിരുന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഈ തോക്ക് മിസ്സാകുന്നതും അതിന്റെ അന്വേഷണവുമാണ് പടത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇലക്ഷൻ ടൈമിൽ തോക്ക് മിസ്സിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം കിഷ്കിന്താകാന്ഡം വൈബ് വരും. അതുപോലെ പോലീസ് സ്റ്റേഷനിലെ ഒരു സീൻ കാണുമ്പോൾ ഇരട്ടയൊക്കെ ഓർമ്മ വരുമെങ്കിലും ആ പടങ്ങളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. തുടക്കത്തിൽ കഥയിലേക്കൊന്ന് ഇന്നാകാൻ ചെറിയൊരു പ്രയാസം തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് സിനിമയുടെ പോക്ക്. അനാവശ്യമായിട്ടുള്ള പാട്ടോ ഒരു ലവ് ട്രാക്കോ അതൊന്നും കുത്തിത്തിരുകാതെ കഥ പറഞ്ഞു പോയതും സിനിമയുടെ പോസിറ്റീവ് ആണ്. പെർഫോമൻസിൽ റൈറ്റർ പെരിയസ്വാമിയായിട്ട് വന്ന ലാലിന്റെ പ്രകടനം തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ലാൽ നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത്, ഓൾറെഡി നമ്മൾ മലയാളത്തിലും തമിഴിലും ഒക്കെ ലാൽ സ്വന്തം സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ തമിഴർക്കും പുള്ളിയുടെ ശബ്ദം നന്നായിട്ട് തിരിച്ചറിയാം. പിന്നെ ഈ പടത്തിൽ മാത്രം എന്തിനാണ് വേറൊരാളെ വെച്ച് ഡബ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ലാൽ നന്നായിട്ട് തമിഴ് സംസാരിക്കുന്ന ആളൊക്കെയാണല്ലോ, പിന്നെ എന്താണോ പറ്റിയത്? ഇനി ടൈം ഇല്ലാതെ പോയത് വല്ലതും ആയിരിക്കാം. ഡബിങ് ആവശ്യമില്ലായിരുന്നു. നായകൻ സബ് ഇൻസ്പെക്ടർ പുകഴായിട്ട് വന്നിരിക്കുന്നത് ദർശനാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളൊക്കെ പുള്ളി നൈസായിരുന്നു. പോലീസുകാരന് വേണ്ട ഒരു ശരീരഭാഷയും സ്റ്റൈലും ഒക്കെ പുള്ളിക്കുണ്ട്. ചിലയിടങ്ങളിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചെറിയൊരു പോരായ്മ തോന്നിയെങ്കിലും നീറ്റായിട്ട് തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. കനക് എന്ന റോളിൽ വന്ന മലയാളം നടൻ സുജിത് ശങ്കർ ആ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നുന്ന ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു അത്. അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വില്ലന്റെ പോർഷൻസ് വലിച്ചു നീട്ടിയിട്ടുണ്ട്. എഴുത്തിലെ പ്രശ്നമാണത്. മുനീഷ് കാന്തിന്റെ കോമഡി കഥാപാത്രവും ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് വരെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരാവശ്യവും ഇല്ലാന്ന് തോന്നി. അവസാനമാണ് അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ് ആ കഥാപാത്രം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പോയിന്റ് കഥയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. വെറുതെ ഒരു അനാവശ്യ കോമഡി ട്രാക്ക് ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കി പോലീസുകാരായിട്ട് വന്ന എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. നായികമാരൊന്നും പടത്തിലില്ല. പോലീസുകാരായിട്ട് വന്ന നടിയും കൊച്ചുകുട്ടിയുടെ അമ്മയായിട്ട് വന്ന നടിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മെയ്യേന്ദ്രന്റെ ക്യാമറ, രേണുഗോപാലിന്റെ എഡിറ്റിംഗ് ഒക്കെ ഒരു ഓക്കെ ഫീൽ ആണ് സമ്മാനിച്ചത്. വികാസ് ബഡീസയാണ് ഇതിന്റെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓക്കെ ആയിരുന്നു. സ്റ്റണ്ട് കൊറിയോഗ്രാഫി നൈസ് ആയിട്ടുണ്ട്. നെഗറ്റീവ്സ് പറഞ്ഞാല് പാട്ടും പ്രണയവും ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കുറെ വലിച്ചു നീട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വില്ലന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ പുള്ളിയുടെ അനിയന്റെ പോർഷൻ, മുനീഷ് കാന്തിന്റെ കോമഡി സീൻസ്, ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പാക്കി കട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പടം ഒരു 2 മണിക്കൂറിനുള്ളിൽ തീർക്കാമായിരുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലെ പോലീസുകാരും വല്ലാത്ത ഒരു ഗതികെട്ട മനുഷ്യരാണെന്ന് തോന്നിപ്പോയി. വില്ലന്മാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ്. ചോദ്യം ചെയ്യലും പണിഷ്മെന്റും ഒക്കെ പാവം പോലീസുകാർക്ക് കിട്ടുന്ന പോലെ തോന്നി. അതങ്ങനെ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മളെ കൊണ്ട് ഇനിയെങ്കിലും ഒമാർക്ക് 2 കൊടുക്കുക എന്ന് പോലീസുകാരോട് പറയാൻ വേണ്ടിയായിരുന്നു. എങ്കിലും ഒരു വല്ലാത്ത ഗതികെട്ട മനുഷ്യരായി പോയി. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ ആണ് സറണ്ടർ. OTT-യിൽ ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവില്ല. വൺ ടൈം വാച്ചബിൾ ഫിലിം എന്നാണ് തോന്നിയത്. എനിക്കൊരു ഓക്കെ ഫീൽ സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു. തിയേറ്റർ റിലീസിന് ശേഷം പടം ഇപ്പോൾ സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. തമിഴിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 മണിക്കൂർ 22 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. പക്ഷെ ചെറിയ ചില വയലൻസ് സീനുകളൊക്കെ പടത്തിലുണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.